ഗൈസ്, ഞാൻ പറവൂർ സാറിന് എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഏലൂരിൽ നിന്ന് 2 വണ്ടി വർക്കിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഷെഫീഖിക്കടയും പിന്നെ റിൻഷാദിക്കടയും. ഷെഫീഖിക്കട വണ്ടിയുടെ വർക്ക് ഇപ്പോൾ തീർന്നിട്ടുണ്ട്. റിൻഷാദിക്കട വണ്ടിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി പെയിൻറ്റിങ്ങിന് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് വർക്കിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പുള്ളിനോട് ചോദിക്കാം. ഇതാണ് വർക്ക്. നോർമൽ രീതിയിലാണ് വണ്ടി പണിതേക്കുന്നത്. വണ്ടി ടോപ്പ് നമ്മൾ സ്റ്റഡി ആയിട്ടാണ് വർക്ക് ചെയ്തെടുത്തേക്കുന്നത്. ഇതിൽ വരുന്നത് 2 സൈഡ് സ്ലൈഡിങ് ഗ്ലാസ്, പിന്നെ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്യാരിയറിന് ബോൾട്ട് ഇട്ടിട്ടുണ്ട്. മുകളിൽ ബാക്ക് ബമ്പർ. വണ്ടി പെയിൻറ്റിങ്ങിന് പോകാനായിട്ട് നിൽക്കുകയാണ്. റിൻഷാദ്ക്കാ, വണ്ടി എവിടെയാണ്? പെയിൻറ്റിങ് ഒക്കെ എവിടെയാണ്? പെയിന്റിങ് നമ്മൾ ആലുവയിലാണ്. ആലുവയിൽ ആരാ പെയിന്റ് ചെയ്യണം? ആലുവയില് നമ്മുടെ സുഹൃത്തിന്റെ പാപ്പയാണ്. ആരാ? ഫ്രണ്ടിനാണല്ലേ? ഫ്രണ്ടിന്റെ വേറെ വണ്ടി ഒരെണ്ണോടെ ഉണ്ടല്ലോ, അവരുടെ ഏകദേശം ഒരു ഇന്നിപ്പോ വെള്ളി, പക്ഷെ ഇന്നിപ്പോ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഒരു ചൊവ്വാഴ്ച ബുധനാഴ്ചക്കുള്ളിൽ പെയിന്റ് ചെയ്ത് ഇറക്കാം. റെക്സിംഗ് വർക്കും കാര്യങ്ങളൊക്കെ എവിടെ ചെയ്യണം? റെക്സിംഗ് വർക്ക് നമ്മുടെ സുഹൃത്ത് തന്നെയാണ്. അത് മുപ്പത്തടമാണ് അവൻ്റെ പ്ലേസ്. മുപ്പത്തടം മറ്റേ മുതുകാട് അമ്പലം എന്ന് പറയും. എത്ര ഡോർക്കാ? ഒരു 24 പറഞ്ഞേക്കണത്. അകത്ത് 3 ബോക്സ് അടിച്ച് പിന്നെ സീറ്റും ഇത് മൊത്തം ചെയ്തുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം വർക്കുള്ള ആളാണ്. ഇപ്പൊ നിലവില് പേരെന്താ? മിഫ്രു എന്നാണ് പേര്. ആണല്ലേ? അത് വിളിച്ചപ്പോൾ ആള് പറഞ്ഞ നിലവിൽ ഇപ്പൊ 4 വട്ടം ഉണ്ട്. അപ്പൊ പെയിന്റിങ് വർക്ക് ചെയ്യാനായിട്ട് വിളിച്ചിട്ട് വരാനാ പറഞ്ഞേക്കണത്. നമ്മുടെ വർക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടാന്ന് പ്രത്യേകം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അടിപൊളി വർക്കല്ലേ. എന്തെങ്കിലും ഫോൾട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തങ്ങോട്ട് പറഞ്ഞോടാ. ഒരു കുഴപ്പം നമ്മൾ ആരും ഇപ്പൊ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ തന്നെ പറഞ്ഞാലേ നമുക്ക് അടുത്ത വണ്ടിയിൽ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പൊ നിലവിൽ നമ്മളിവിടെ വന്ന് കണ്ട് പറഞ്ഞതിനേക്കാളും കൂടുതലായിട്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ബോളിട്ട് തരാനായിട്ട് ഇത് അതിനുവേണ്ടി ചെയ്തേക്കണേണ്. പിന്നെ അതെ ഡോർ ഹൈറ്റ് കൂട്ടി ലോക്ക് എന്താ സിമ്പിളാണ്. കൊട്ടർ ഗ്ലാസ്, ബമ്പർ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് വന്നിട്ട് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞേക്കണത്. അതും നല്ല വർക്ക് തന്നെയാണ് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് ബാക്കിൽ സ്റ്റീലിൻ്റെ ബമ്പർ സെറ്റ് ചെയ്യണം കേട്ടോ, നല്ല ഒരു ലുക്ക് വരുള്ളൂ. പിന്നെ ഇവിടെ ഇതിൻ്റെ സ്റ്റീലിൻ്റെ ഇത് വരും മൊത്തത്തിൽ. അപ്പോൾ വരും സ്റ്റീൽ കവർ അല്ലേ സെറ്റ് ചെയ്യണം? സ്റ്റീൽ കവർ. വണ്ടിയുടെ ഷേപ്പ് ക്യാരിയർ ബോൾട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മറ്റേ നോർമലായിട്ട് എറണാകുളത്തല്ലേ വണ്ടി വന്നത്, ചെറിയ എയർ അടിച്ചാൽ മതി. ഇപ്പോൾ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് സെമി മാറ്റ് അടിച്ചാൽ മതി. സ്ലൈഡിങ് ഗ്ലാസ് ഒക്കെ നമുക്ക് റെക്സിംഗ് വർക്ക് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അതിനുള്ള ചാനലാണത്. പിന്നെ നമ്മൾ സീറ്റ് കട്ട് ചെയ്ത് കുറച്ചുണ്ട് കേട്ടോ. ഈ സൈഡ് ടച്ചിങ് വരില്ല. നമ്മൾ വണ്ടി ഒതുക്കി പണിതേക്കുന്നതുകൊണ്ട് സീറ്റ് നമ്മൾ കട്ട് ചെയ്തത് ഉള്ളിൽ കുറച്ചിട്ടുണ്ട്. വണ്ടി ടച്ചിങ് വരില്ല, ഇത് ടച്ച് ആവില്ല. ഗ്യാപ്പ് ഉണ്ട്. ഗ്യാപ്പ് ഉണ്ട് അവിടെ. ക്യാരിയർ ഏതായാലും നമുക്ക് വൈകാണ്ട് ചെയ്യണം അല്ലേ? വൈകാണ്ട് ചെയ്യണം. നോർമൽ വർക്കാണ് പറഞ്ഞത്, എന്നാലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പെയിന്റിംഗ് ഒക്കെ എല്ലാം തീർത്ത് റെക്സിംഗ് വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വീഡിയോ തരില്ലേ? തരും. നമ്മൾ മറക്കോ? ഇല്ലില്ല, മറക്കൂല. വീഡിയോയും തരും, ഇനിയുള്ള വണ്ടികൾ അങ്ങോട്ട് തരുകയും ചെയ്യും. നമ്മുടെ സുഹൃത്ത് 2 വണ്ടി എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ വണ്ടിയും കൂടി അങ്ങോട്ട് തരാനുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ. വർക്ക് ഇഷ്ടപ്പെട്ട് നമ്മുടെ തന്നെ സുഹൃത്തിൻ്റെ അടുത്ത വണ്ടിയാണ് അതിപ്പോൾ ഇനി വർക്ക് തുടങ്ങാൻ പോണത്. അതിൻ്റെ ഇതിപ്പോൾ വണ്ടി ഇറക്കിയിട്ടേക്കാണ്. ഇതാണ്ട നമ്മുടെ ഇതാണ്ട വണ്ടി. ഇതാണ് നമ്മൾ ബോഡി ഇറക്കിയിട്ട് ഫുള്ള് പെയിന്റ് ചെയ്തിട്ടുള്ള വണ്ടി. അവർ തന്നെ ബ്രഷിന് പെയിന്റ് ചെയ്ത് ഫുള്ള്. നമുക്കിതിന് സെൻറ്ററിൽ ഒരു ക്രോസ് ഇടേണ്ട ആവശ്യമുണ്ട്. ക്രോസ് ഇട്ടിട്ട് ബോഡി ബെൽറ്റൊക്കെ വെച്ചിട്ട് നാളെ ബോഡി കയറ്റും. വർക്ക് നാളെ തന്നെ തുടങ്ങും. ഫുള്ള് പെയിന്റ് അടിച്ചിട്ടുണ്ട്. എപ്പോക്സി ബ്ലാക്കാണ് അടിച്ചേക്കണ്. നല്ല വൃത്തിക്ക് അടിച്ചിട്ടുണ്ട്. ഒരു അത്യാവശ്യം നല്ല വൃത്തിക്ക് അടിച്ചിട്ടുണ്ട്. കമ്പനി വരുമ്പോൾ വലിയ പെയിന്റ് കാര്യങ്ങളൊന്നും അധികമായിട്ട് ഉണ്ടാവില്ല.
അതിൻ്റെ അടിയിൽ അവിടെ ഇവിടെയൊക്കെ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുതിയ ബോഡി ആയിട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ ഒരു ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് പുള്ളി നമുക്ക് വീഡിയോ തരാമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വണ്ടിയുടെ ഫുൾ വീഡിയോ ആയിട്ട് വെയിറ്റ് ചെയ്തേട്ടാ. അപ്പോൾ ശരി.